ഹോണറിൻ്റെ ഹോണർ 60SE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 60SE എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹോണർ 60SEയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏകദേശം 58 ഡിഗ്രിയോളം കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 175 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ് ഈ ഒരു ഫോൺ. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.7 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം കുറവാണ്. പിന്നെ iPhone 13 പ്രോയിലേതുപോലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ ഡിസൈനാണ് ഫോണിൻ്റെ ബാക്കിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബ്ലാക്ക്, ഗ്രീന്, വൈറ്റ് എന്നീ 3 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 900 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 25,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ് mediatekൻ്റെ dimensity 900 എന്ന പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വെർഷൻസിലും 8GB റാമാണ് വരുന്നത്. പിന്നെ ഒരു വെർഷനിൽ 128GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള മാജിക് UI സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 64 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 2 MP ഒരു സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ 4300 mAh ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2199 യുവാൻ എന്ന പ്രൈസ് റേഞ്ചിലാണ്. അതായത് ഏകദേശം 25,800 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചിലപ്പോഴേ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുള്ളൂ. കാരണം ഹോണർ ഇപ്പം അടുത്തൊന്നും അവരുടെ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ഫോണുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണം. ഹോണറിന് മുമ്പുള്ളൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും അവരുടെ ഫോണിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പം കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പം ഹോണറിൻ്റെ ഫോണുകളിൽ ഗൂഗിളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ 60SE എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹോണർ 60SE എന്ന ഫോൺ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം.